ഹായ്. അപ്പോൾ പോഷയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിനി പോകാൻ പോണത് മാൽഷ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കാണാൻ പോവാണ്. അതിൻ്റെ സന്തോഷം കുട്ടികളുടെ മുഖത്തെല്ലാം കാണാനുണ്ട്. അതുകൊണ്ട് അവരെ നല്ലപോലെ എൻഗേജ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകാം. കണ്ടോ, രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ് അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോണോണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ള യാത്രകളും അവിടുത്തെ വഴികളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. മാൽഷ് എന്ന് പറയുന്നത് ഒരു വില്ലേജാണ്. ഒരുപാട് വില്ലേജുകൾ കൂടുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു 15,000ഓളം പീപ്പിൾസ് ഉണ്ട് താമസിക്കുന്നവർ. കണ്ടോ, ഈ പോകുന്ന വഴികളിൽ കൂടിയാണ് ഞങ്ങൾ അതിലെല്ലാം പോകുന്നത്. അവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. ഇങ്ങനെ കുറേ ഫ്ലൈ ഓവറുകൾ കാണാം കേട്ടോ. ഈ സൈഡിൽ കാണുന്നതാണ് ഒരു പാർക്ക് പ്ലാറ്റ്സ് ആണ്, പാർക്കിംഗ് പ്ലേസ്. ഇപ്പം നമ്മൾ ഓട്ടോബാനിലെല്ലാം പോകുമ്പോൾ ഈ ട്രക്കുകൾക്കൊക്കെ അല്ലെങ്കിൽ നമുക്കുമൊക്കെ റെസ്റ്റ് സ്റ്റേഷൻ ഉണ്ട് അവിടെ. ടോയ്ലറ്റും പിന്നെ എന്തുവാ കഫേറ്റേരിയ അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും, നമുക്കൊരു റെസ്റ്റിംഗ് പ്ലേസ്. ഇപ്പം നമ്മളിതേ മാൾഷ് ഏരിയയിലോട്ട് കടന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടുത്തെ ഭൂപ്രകൃതി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് നല്ല ഒരു ഗ്രാമം പോലെയാണ്. ഫുള്ള് മരങ്ങളും ചെടികളും അങ്ങനെയുള്ളതൊക്കെ. ഇപ്പം നല്ല സമ്മറിലോട്ടായതുകൊണ്ട് എല്ലായിടത്തും നല്ല ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വിൻ്റർ ടൈം അല്ലെങ്കിൽ കൂടുതൽ സമയവും ഈ മരങ്ങളിലൊന്നും ഇലകളൊന്നും കാണില്ല. ഫുൾ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ മരങ്ങളുടെ ആ അസ്ഥികൾ മാത്രമേ കാണത്തുള്ളൂ, ഇലകളൊന്നും ഇല്ലാതെ. അപ്പം നമ്മൾ പോണ വഴികളൊക്കെയാണ് ഈ കാണുന്നത് നിങ്ങൾ. ഇവിടെ ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വീടുകൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ ഒരുപാട് വീടുകളാണുള്ളത്. കണ്ടോ, ഇപ്പം നമ്മളിങ്ങനെ നേരെ പോയിട്ട് കുന്നിറങ്ങി ഇങ്ങനെ താഴ്വരയിലോട്ട് പോണ പോലെ കണ്ടോ, ഇങ്ങനെ ഇറങ്ങി താഴോട്ട് പോവും. പിന്നെ നമ്മൾ വീണ്ടും മേലോട്ട് പോവും. നല്ല വെയിലുള്ള ദിവസമായിരുന്നു അന്ന്. ഒരു 3 മണി 4 മണി നേരമൊക്കെ ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ വെയിൽ വന്ന ടൈം ആ ഒരു സമയമാകുമ്പോഴത്തേക്കാണ്, 4 മണി ആ ഒരു ടൈമിൽ നല്ല വെയിലായിരിക്കും. കണ്ടോ, നല്ല രസമുള്ള സ്ഥലം. ഇങ്ങനെ ഇവിടെ കൃഷി ചെയ്യുന്ന പാടങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതേ സൈഡിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ കൃഷികളാണ് ഇവിടുത്തെ. അതെന്താണെന്ന് അറിയത്തില്ല നട്ടു വെച്ചേക്കുന്നത്. ദേ നിൽക്കുന്നതെല്ലാം മുന്തിരിയാണ്, ഗ്രേപ്സ്. ഇപ്പൊ ഇനിയിപ്പോ ജൂലൈ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഗ്രേപ്സ് വൈൻ ഉണ്ടാക്കുന്ന ടൈം ആയതുകൊണ്ട് ഇതൊക്കെ വൈൻ ഗാർഡൻ ആണ്. ഗ്രേപ്സ് ഇപ്പോൾ അതിന്റെ ഇലയെല്ലാം വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ, ചെടികളൊക്കെ നട്ടിട്ട്. ഇപ്പൊ കണ്ടോ, ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇവിടെ എല്ലാം ഇങ്ങനെ സിംഗിൾ വീടുകളായിരിക്കും ആൾക്കാർ താമസിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ പേഴ്സണലായിട്ട്, അതായത് പ്രൈവറ്റ് ആയിട്ട് താമസിക്കുന്ന സിംഗിൾ വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ് ഇതൊക്കെ. നമുക്ക് ഫ്രാങ്ക്ഫർട്ടിൽ ഇങ്ങനെ ഒന്നും കാണാൻ കിട്ടുകയില്ല ഇങ്ങനത്തെ സിംഗിൾ വീടുകളൊന്നും. നമ്മളവിടെ എല്ലാം ഫ്ലാറ്റുകൾ ആണ് ഉള്ളത്. ഇതാണ് പെന്നി. പെന്നി എന്ന് പറയുന്നതും നമ്മളെ എടേക്ക പോലെ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. കുറച്ചുകൂടെ ചീപ്പായിട്ട് സാധനങ്ങളൊക്കെ കിട്ടും നമുക്ക്. കണ്ടോ, ഇതിങ്ങനെ ആൾക്കാർ താമസിക്കണ ഒരു സ്ഥലമാണ്. കണ്ടോ, ഇവിടെ വീടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ പള്ളി ഉണ്ടാവും. ഇതേ കണ്ടോ, ഇപ്പൊ ദൂരെ അങ്ങ് ദൂരെ കാണുന്നതാണ് ഒരു പള്ളിയുടെ ഗോപുരമാണ് കാണുന്നത്. അപ്പം ഇവിടെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്തായാലും പള്ളി ഉണ്ടാവും. പിന്നെ കണ്ടോ, കാറുകൾ കിടക്കണേ. ഇവിടെ കാറുകളൊക്കെ മിക്കവാറും വഴിയിലായിരിക്കും കിടക്കണേ. പിന്നെ കുറേ ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലർക്കൊക്കെ കാർ പോർച്ചുകൾ ഉണ്ടാവും. പക്ഷേ കൂടുതലും വണ്ടികൾ വഴിയിലായിരിക്കും കിടക്കുന്നത്. അപ്പം 30 മീറ്റർ കിലോമീറ്റർ പെർ അവർ ആണ് ഇവിടുത്തെ. ഇത് കണ്ടോ, ഒരു കുഞ്ഞു ചായക്കട കണ്ടോ നിങ്ങൾ, തിയോ. നല്ല രസമുണ്ടല്ലേ അത് കാണാൻ. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കുഞ്ഞൊരു ചെറിയൊരു കട. അത് തന്നെ, അവിടെ ആളുണ്ടാവില്ല, നമുക്ക് തന്നെ പൈസ കൊടുത്ത് സാധനം മേടിക്കാം. അപ്പോൾ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സിനെയും കൂട്ടി ഈ കാണുന്ന മുകളിലോട്ടുള്ള വഴിയിലൂടെ പള്ളിയിലോട്ട് പോവുക. പോണ വഴിക്കാണ് കാണുന്നത് കുരിശിൻ്റെ വഴിയൊക്കെ ചെല്ലുന്ന വഴിയാണ് ഇത്. അപ്പോൾ അതിൽ ഒന്നാം സ്ഥലമായിരുന്നു ആ കാണുന്ന രൂപം. ഈശോയെ കുറ്റക്കാരനായി വിധിക്കുന്നു. ആ വഴി ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ കുറേ അതായത് കുറേ വൈൻ ഗാർഡൻ ഉണ്ട് അവിടെ, ഇങ്ങനെ മുന്തിരിയൊക്കെ തളുത്ത് നിൽക്കുന്ന സ്ഥലങ്ങൾ. അതുവഴി ഈശോ വഴിയിൽ വെച്ച് മാതാവിനെ കാണുന്നു, 4ാം സ്ഥലം. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ രൂപങ്ങളുണ്ട്, ശില്പങ്ങളുണ്ട്. ഇങ്ങനെ ഈശോയുടെ 1ാം സ്ഥലം 2ാം സ്ഥലം. അപ്പോൾ അവിടെയുള്ളവർ കുരിശിൻ്റെ വഴിക്ക് വേണ്ടി ഈ മലയാണ് കയറുന്നത്, ഈ മാൽഷയിൽ താമസിക്കുന്നവർ കേട്ടോ. അപ്പോൾ അവർക്ക് ആ താഴെ കാണുന്ന പള്ളി കണ്ടോ, അതാണ് അവരുടെ മെയിൻ പള്ളി. അത് കഴിഞ്ഞ് ഇവിടെ ഈ മലയുടെ മേളിലായിട്ടൊരു ചെറിയ ചാപ്പൽ പോലത്തെ ഒരു പള്ളിയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയാണ്. ആ പള്ളിയിലോട്ട് പോണ വഴിയാണത്. അപ്പോൾ ഇന്ന് കുർബാന അവിടെ ആ പള്ളിയിൽ വെച്ചിട്ടാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ആ വഴിയിലോട്ട് പോവാണ്. അപ്പോൾ ബാക്കിലോട്ട് നോക്കുമ്പോൾ കാണാം മാൽഷ് ടൗൺ ഫുള്ള് കാണാം. ടൗണല്ല, അതൊരു ഗ്രാമമാണ്. അവിടെ ഫുള്ള് ഇങ്ങനെ ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ് കാണുന്നത്. അതിൻ്റെ മുകളിൽ കണ്ടോ, ഇതാണ് ആ കുന്നിൻ്റെ മുകളിലുള്ള പള്ളി. അവിടെ ചാപ്പലിൻ്റെ ഉള്ളിൽ സ്ഥലമില്ല, പുറത്തൊക്കെ ബെഞ്ചിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്.
നമ്മൾ ശരിക്കും കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങിയ സമയമാണ് കേട്ടോ. ഇപ്പം നമ്മൾ കുർബാന ഓൾറെഡി കണ്ടു, അത് കഴിഞ്ഞ് ഇറങ്ങി പോരുന്ന വഴിയാണ്. അപ്പോൾ അവിടുത്തെ പൂക്കളൊക്കെ കണ്ടോ ലാസ്റ്റ് സ്ഥലമായിരുന്നു ആ കുന്നിൻ്റെ മുകളിലുള്ളത്. അതിൻ്റെ രൂപം അവിടെ നിങ്ങൾക്ക് കാണാം. അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നോക്ക് എന്ത് ഭംഗിയാലേ, മുകളിൽ ആകാശം, നടുക്ക് നോക്ക്, ആ താഴെ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണത്. വീടുകളെല്ലാമാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള മലനിരകളും കുന്നുകളും. ഇവിടുത്തെ മലയ്ക്കൊന്നും അങ്ങനെ അധികം പൊക്കമൊന്നുമില്ല, പക്ഷേ നമ്മൾക്ക് കയറുമ്പം മടുപ്പൊക്കെ തോന്നുന്നതാ. നമ്മൾ തിരിച്ച് താഴെ ഇറങ്ങി പോകുമ്പോഴാണ് ആ വഴിയിൽ ഞാനൊരു പല്ലിയെ കണ്ടോ പല്ലിയാണോ അരണയാണോ എന്തോ ഒരു സാധനം. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മളൊക്കെ അവിടെ കാണാൻ കിട്ടാറില്ല കേട്ടോ. അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങി പോവാണ്. കണ്ടോ ഇപ്പം ആ വീടുകളുടെ എല്ലാം ഇടയിലെത്തി. നമ്മൾ മോളിൽ നിന്ന് മലയിൽ നിന്ന് ശരിക്കും താഴോട്ട് ഇറങ്ങി പോന്നു. അത് കഴിഞ്ഞ് ആ വീടുകളുടെ എല്ലാ ഇടയിൽ കൂടിയുള്ള വഴികളിൽ കൂടെ നമ്മളങ്ങ് പോവാണ്. കണ്ടോ അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ വഴികളൊക്കെ കാണാം. അതൊരു റെസ്റ്റോറൻ്റ് ആണ്, ലക്സംബർഗ് സ്റ്റൂബെ എന്ന് പറയണത്. അവിടെ നിന്ന് മുകളിലോട്ടാണ് നമ്മൾ ആദ്യം പോയത്. ഇപ്പം നമ്മൾ താഴോട്ട് വന്നിട്ട് പോകുമ്പോൾ അതാ കണ്ടോ അവിടെ ഒരു ഓറഞ്ച് കളറുള്ള ഒരു ബിൽഡിംഗ് കണ്ടോ, അതാണ് വൈൻ ഫാക്ടറിയാണ് അവിടുത്തെ. അവിടെ ഒരുപാട് മുന്തിരിത്തോട്ടങ്ങളുള്ളത് കൊണ്ട് അവിടെ ഒരുപാട് വൈൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഫാക്ടറികളുണ്ട്. കണ്ടോ ഇവിടെ കാണുന്നതാണ് ഒരു വൈൻ ഫാക്ടറി. അവിടുന്ന് നമ്മൾ മുകളിലോട്ട് കയറി പോകണം. അപ്പം നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ കണ്ടോ അവിടെ ആ കോർണറിലായിട്ട് കുറേ ബെഞ്ചുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു കുഞ്ഞി മരമുണ്ട്, നിറയെ പൂക്കളൊക്കെ ഉള്ളത്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അവിടെ വന്നിരുന്ന്, അയൽക്കാർക്കൊക്കെ വന്നിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയാനുള്ള ഒരു സ്ഥലം പോലെയാണ്. നല്ല ഭംഗിയല്ലേ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പം നമ്മൾ അതിലെ ഇങ്ങനെ മുകളിലോട്ട് കയറി പോകുമ്പം നമുക്ക് കാണാം അവിടെയുള്ള വീടുകൾ. കണ്ടോ എത്ര ഭംഗിയുള്ള വീടുകൾ. ഇതൊക്കെ പഴയ വീടുകളാട്ടോ. അപ്പോൾ ഈ ഇവിടുത്തെ വീടുകളൊക്കെ കാണാം. അപ്പോൾ ആ ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിംഗ് നിങ്ങൾ കണ്ടോ, റാറ്റ് ഹൗസ് എന്ന് എഴുതിയേക്കുന്നത്. അതാണ് നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് പോലെയാണ്. നമ്മൾ ജർമ്മനിയിൽ വന്നാലും ഏതെങ്കിലും ഒരു സിറ്റിയിൽ വന്ന് താമസിക്കുമ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്യണമല്ലോ, സിറ്റി രജിസ്ട്രേഷൻ. അതാണ് റാറ്റ് ഹൗസ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ കാണുന്നതാണ് മെയിൻ പള്ളി. അതാ ഞാൻ പറഞ്ഞ ജർമ്മനിയിൽ നമ്മളിങ്ങനെ വരുമ്പോൾ ഒരു ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെ പള്ളി കാണും, ഒരു റാറ്റ് ഹൗസ്, ഒരു പഞ്ചായത്ത് കാണും, പിന്നെ സ്കൂളുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ. ഇതാ കണ്ടോ ഇതൊക്കെ വീടുകളിലോട്ട് പോണ ഇടവഴികളാണ്. നമ്മൾ ഓരോ വഴിയിൽ നിന്ന് അടുത്ത വഴിയിലോട്ട് പോണ വീടുകളും അതിൻ്റെ ഇടവഴികളും ഒക്കെ കണ്ടോ. ഇതാണ് അവിടെയുള്ള ഒരു ബുച്ചർ ഷോപ്പ്, മെറ്റ്സ്കര എന്ന് പറയും ജർമ്മനിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചിക്കട മലയാളത്തിൽ പറഞ്ഞാൽ. അപ്പോൾ അതൊരു ഇറച്ചി ഷോപ്പാണ്. അവിടെ നിന്ന് നമുക്ക് ഇറച്ചിയൊക്കെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടെ നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ ഈ കാണുന്ന കണ്ടോ നല്ലൊരു പാർക്ക് പോലെയല്ലേ, അതിന് ഫ്രീഡ്ഹോഫ് എന്ന് പറയും, അതായത് സിമിട്രി, നമ്മുടെ സെമിത്തേരി എന്ന് പറയും. ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു പാർക്ക് പോലെ ആയിരിക്കും ഇരിക്കുന്നത് ഇവിടുത്തെ സിമിത്തേരിയൊക്കെ. ഒരു ദിവസം ഞാൻ നിങ്ങളെ സിമിത്തേരിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ പേടിയൊന്നും അല്ല തോന്നുന്നത്, നമുക്ക് ഭയങ്കര രസമാണ്. നല്ല ക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലം, പൂക്കളൊക്കെ ഉള്ള ഒത്തിരി ഗാർഡനൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഒരു ദിവസം നമ്മൾ അവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ തിരിച്ച് ഫ്രാങ്ക്ഫർട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതേ മാൾഷിനോടൊക്കെ വിട പറഞ്ഞ് നമ്മൾ നേരെ ഫ്രാങ്ക്ഫർട്ടിലോട്ട് പോവുകയാണ്. ഈ സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളിങ്ങനെ ജർമ്മനിയിലെ ഏത് വില്ലേജിൽ പോയാലും ഇങ്ങനെ ഒരു റൗണ്ട് അബൌട്ട് കാണും കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഒരു 3, 5, 6 തെരുവുകളിലോട്ടുള്ള സ്ട്രീറ്റുകളിലോട്ട് തിരിയണ വഴികളാണ് അത്. അതെപ്പോഴും നമുക്ക് തെറ്റിപ്പോവും. ബൈ ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.